ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്കപ്പപ്പടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുടെയൊക്കെ സീസണാണല്ലേ. നല്ല മൂത്ത ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ പപ്പടം ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഉപകാരപ്പെടും കേട്ടോ. ചക്കയൊക്കെ നമുക്ക് നേരേക്ക് എടുക്കാനുള്ള ആ ഒരു കഷ്ടപ്പാട് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തുകയും ഉണക്കുകയും ഒക്കെ ചെയ്തെടുക്കാം. 2 ദിവസം കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഉണങ്ങി കിട്ടും. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ചക്കപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് ചക്കയൊക്കെ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ചക്കപ്പപ്പടം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ മൂത്ത ചക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ സ്ഥലത്തും ഇപ്പൊ ചക്കയൊക്കെ മൂത്ത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ. പക്ഷെ ഇവിടെ ആണെങ്കിൽ മൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ചക്ക മഴക്കാലം ആകുമ്പോഴേക്കും ആണ് അത് അങ്ങ് പഴുത്ത് വീഴാറാവുക. അതുകൊണ്ട് തന്നെ ഒരു ചക്കയെ കിട്ടിയിട്ടുള്ളൂ. പകുതി ഉപ്പേരി വെച്ചു കേട്ടോ. പകുതിയാണ് ഞാനിതാ പപ്പടം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങളൊക്കെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലോട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികം കൂടി പോവാതെ നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് അവിടെ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഉപ്പിട്ടിട്ടും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 3-4 വിസിൽ വന്നപ്പോഴത്തേക്കും നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആവിയൊക്കെ പോയിട്ട് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ചക്കയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഒട്ടും തന്നെ അതിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ, വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കുത്തി നിറച്ച് ഇടരുത്. മിക്സിയിൽ വളരെ കുറവ് മാത്രം ഇട്ട് അരയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴും കുറച്ചേ ഒഴിക്കാവൂ. പിന്നെ സ്പൂണ് വെച്ചിട്ട് നമ്മളിത് ഇളക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ കഷ്ണം ഇല്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട്, വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതിലോട്ട് ചക്ക ഇട്ട് കൊടുത്തപ്പോൾ പകുതി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളകാണ്. പിന്നെ 1/4 ടീസ്പൂണോളം ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആയിട്ടില്ല. ഇനി കുറച്ചും കൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം. അതിന് നമ്മൾ വെള്ളം ഓരോ സ്പൂണ് വീതം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ അരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചാലും അത് മിക്സിയിൽ കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേണം നമ്മളിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ആ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ചക്ക ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണോളം എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഉണങ്ങി വരുമ്പോൾ നമുക്കിങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചില പപ്പടമൊന്നും റൗണ്ടായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, രുചിക്ക് ഒട്ടും കുറവില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പപ്പടം കൂടെ ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പം നമ്മൾ ഈ പരത്താൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, ഇത് 5 കിലോൻ്റെ പുട്ടുപൊടി, ഗോതമ്പ് പൊടി ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന നമുക്ക് ഉള്ള കവറില്ലേ, അത് പൊളിച്ചെടുത്തിട്ടുള്ള കവറാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്ക മുഴുവനായിട്ടും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നല്ല വെയിലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് രാവിലെ വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിടാനായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നും വിട്ട് കിട്ടും. അപ്പം ഇതാ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കിതാ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മളിതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ട്, ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഈ ഒരു പരുവായിട്ടുണ്ട്. വെയിലത്തുനിന്ന് എടുത്തപ്പോൾ മൂന്നാമത്തെ ദിവസം വെയിൽ ഫുള്ളായിട്ടും കൊണ്ടിട്ടുണ്ട് കേട്ടോ. 3 ദിവസം ഫുൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പൊട്ടി വരും. അപ്പോഴാണ് നമുക്കിത് മൊത്തത്തിൽ അങ്ങ് ഉണങ്ങി കിട്ടുക. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മഴക്കാലം മുഴുവനും സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ ഒരു 3-4 ദിവസം തുടർച്ചയായി വെയിലത്ത് വെച്ച് ഉണക്കി നമുക്കിതെടുത്ത് സൂക്ഷിച്ചു വെക്കാം. അല്ല വേനൽക്കാലത്ത് നമ്മളിത് അപ്പോഴേക്കപ്പോഴേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചക്കപ്പപ്പടമൊക്കെ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്കപ്പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷൻ കാലമൊക്കെയാണ്. കുട്ടികൾക്ക് ഇതുപോലെ ചക്കപ്പപ്പടമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ സ്നാക്സിന് പകരം ഇത് കഴിച്ചോളും. സാദാ പപ്പടത്തിന് പകരം ചോറിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാം. പിന്നെ സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ പപ്പടം വറുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ പപ്പടവും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചക്കപ്പപ്പടം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്